ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ 6th ചാപ്റ്റർ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ലെസൻ്റെ 4th പാർട്ടാണേ. അപ്പോൾ ഇതിന് മുന്നുള്ള 3 പാർട്ടുകൾ നിങ്ങൾ കാണുക, പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനുശേഷം ഇത് കാണുക. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ലെസണിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഏരിയ, അതായത് ഒരു ഗ്രാഫ് ഷീറ്റ് വെച്ച് അതിൻ്റെ ഗ്രിഡ് വെച്ച് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഈ ഗ്രാഫ് ഷീറ്റിൽ നമ്മൾക്ക് എപ്പോഴും സ്ക്വയർ ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് നോക്കി, ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ് ഷീറ്റ്. അതിൻ്റെ ഒരു സ്ക്വയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. മനസ്സിലായോ? അതായത് സ്ക്വയർ ഷേപ്പാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ സ്ക്വയർ ഷേപ്പ് വെച്ചിരിക്കുന്നത്? ഇതിന് പകരം മറ്റെന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ചാൽ പോരെ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു തന്നിരിക്കുന്നത് ഈ ഗ്രാഫ് ഷീറ്റിൽ ഒരു കുറച്ച് സർക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നോക്കുക. ഇപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ, ഈ ഒരു സ്ക്വയർ ഗ്രിഡിൽ ഒരു സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇതൊരു സ്ക്വയർ ഗ്രിഡ്, ഇതിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുക എന്ന് വിചാരിക്കുക. നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. എന്താ, ഇപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു. അതുപോലെ ഇതിപ്പം ഇവിടെ ഞാൻ വേറൊരു സർക്കിളും വരച്ചു. അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന പോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കും. അപ്പം നമ്മളിങ്ങനെ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ സ്ക്വയർ യൂണിറ്റ് ചില ഭാഗങ്ങൾ കണ്ടോ, ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് വിടുന്നുണ്ട്, ഇവിടെ ഒരു കുറച്ച് സ്പേസ് വരുന്നുണ്ട്, കുറച്ച് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സ്പേസ് അവിടെ ഇവിടെയും പോകുന്നുണ്ട് അല്ലേ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ക്വയറിൽ നമുക്കൊരു സർക്കിൾ നിർത്താൻ ബുദ്ധിമുട്ടാണ്. അവിടെ എവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇത്ര ഏരിയ നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? സർക്കിൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായി. ഇനി ഒരു സ്ക്വയർ ഗ്രിഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഷേപ്പാണെന്ന് വിചാരിക്കുക. ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. അങ്ങനെ വരുമ്പോഴും ഇവിടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അളവെടുക്കാൻ പറ്റാതെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്ക്വയർ ഗ്രിഡ് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്. തന്നെയല്ല, അതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. Try using different shapes, a triangle, rectangle, to fill the given space without overlapping and find out the merit associated using square grid. നമുക്ക് മനസ്സിലായല്ലോ. You find the area of square meters of the floor outside the code row. അതായത് ഈ ലിസ്റ്റ് ഔട്ട് ദ പോയിന്റ്സ് ദാറ്റ് മേക്ക് എ സ്ക്വയർ ദ ബസ്റ്റ് ഷേപ്പ്. അതായത് നമുക്ക് ഒരു കോറിഡോറിൻ്റെ വെളിയിലേക്കുള്ള ഭാഗങ്ങൾ, പിന്നെ അതുപോലെ സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെ നമുക്കറിയാം ഈ ഷേപ്പ് തന്നെയാണ് അല്ലേ. ഈ ഷേപ്പ് തന്നെ. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇതിൻ്റെ സ്ക്വയർ ഗ്രിഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഏറിയ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതേസമയം ഈ ഷേപ്പുള്ളൊരു ഇതിൽ നമ്മളിങ്ങനെ സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യാതെ, അതായത് കൂട്ടി ചേർന്ന് പോകാതെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ചേറെ സ്പേസുകൾ നമുക്ക് എന്തോ ചെയ്യണമെന്നറിയാതെ അതവിടെ ആ ഏരിയ നമുക്ക് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ആ ഏരിയയ്ക്ക് വ്യത്യാസം വരും. ഓൺ ദ സ്ക്വയർ ഗ്രിഡ് പേപ്പർ, അതായത് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ യൂണിറ്റ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മളെ ഗ്രാഫിക് കണ്ട ആ ഒരു ചെറിയ സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ യൂണിറ്റ് എന്നാണ് എടുക്കുന്നത്. മേക്ക് എസ് മെനി റെക്ടാങ്കിൾസ് ആസ് യു ക്യാൻ ഹൂസ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഹോൾ നമ്പേഴ്സ് ഓഫ് ദി യൂണിറ്റ് സച്ച് ദാറ്റ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 24 സ്ക്വയർ യൂണിറ്റ്. അതായത് നമ്മളിപ്പോൾ ഇനി ഗ്രാഫ് പേപ്പറിൽ ചെയ്യുകയാണ്. അതിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 24. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. വിച്ച് റെക്റ്റാങ്കിൾ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് പെരിമീറ്റർ ആൻഡ് ലീസ്റ്റ്. നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഏരിയ എപ്പോഴും 24 മനസ്സിലായോ? ഏരിയ അതായത് L ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 24 വരാവും. അങ്ങനെ 24 എന്ന് വരുന്നത്
വരുന്ന റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിന് വ്യത്യാസം വരും. പെരിമീറ്റർ എന്ന് പറയുന്നത് ബൗണ്ടറി അല്ലേ, ബൗണ്ടറിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ബൗണ്ടറി വ്യത്യാസം വരും. അപ്പോൾ 24 സ്ക്വയർ യൂണിറ്റ് ഏരിയ വരുന്ന ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ് കാണണം. അതിൽ ഏറ്റവും വലിയ പെരിമീറ്റർ കിട്ടുന്നോ ഏറ്റവും ചെറുതോ നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ നമുക്ക് 4 റെക്റ്റാങ്കിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ലെങ്ത് 24ഉം ബ്രെഡ്ത്ത് 1ഉം ആയത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഏരിയ = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 24 തന്നെ കിട്ടും. അടുത്ത 12ഉം 2ഉം, അത് 12 × 2 24 കിട്ടും. ശരിയാണല്ലോ. ഇത് 6 × 4 6 × 4ഉം നമുക്ക് എത്രയാണ്? 24 എന്ന് കിട്ടും. 8 × 3 ദാറ്റ്സ് ഓൾസോ 24. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ 24 ആക്കുന്ന ഡിഫറെൻറ്റ് ഫിഗേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഇതിനാണ് വരുന്നതെന്ന് നോക്കാം. ഏരിയ കാണേണ്ട ഏതാണ്? ഏറ്റവും കൂടുതൽ പെരിമീറ്റർ കാണുന്നത്. പെരിമീറ്റർ കാണുന്നത് എന്തോ? പെരിമീറ്റർ = 2 × L + B. അപ്പോൾ 2 × ലെങ്ത് ആദ്യത്തേൻ്റെ 24ഉം ബ്രെഡ്ത്ത് 1ഉമാണ്. അപ്പോൾ എത്ര കിട്ടി? 50 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 24 + 1 25 × 2 50. അപ്പോൾ ആദ്യത്തേൻ്റെ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 50 ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തേതിന് എത്ര? അതുപോലെ തന്നെ 2 × L + B 2 × 2 + 12 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 14 × 2 28. അപ്പോൾ രണ്ടാമത്തേതിന് എത്ര കിട്ടിയത്? 28. ഇനി മൂന്നാമത്തേത് നോക്കാം. 2 × L + B 6 + 4 എത്ര കിട്ടി? 10 20. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് 20 എന്ന് കിട്ടി. ഇനി നാലാമത്തേത് 2 × 8 + 3 അത് എത്ര കിട്ടുന്നത്? 22. നമുക്ക് ഏറ്റവും കൂടുതൽ പെരിമീറ്റർ ഏതിനാണ് വന്നേക്കുന്നത്? നമ്മുടെ ആദ്യത്തെ ഫിഗറിനാണ്. അതെ, ഇതിനാണ് ഏറ്റവും കൂടുതൽ 50 പെരിമീറ്റർ വന്നേക്കുന്നത്. ഏറ്റവും കുറവ് വന്നേക്കുന്നതോ ഇതാ അല്ലേ, 20 അതിന് സ്ക്വയർ മീറ്റർ അതിൻ്റെ പെരിമീറ്റർ വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 32 വരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം. 32 ഇത് വരയ്ക്കുന്ന തന്നെ നമ്മൾ നോക്കണം. ഈ വരയ്ക്കുന്ന ഓരോ വണ്ണും ഇപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 സ്ക്വയർ യൂണിറ്റ് എടുക്കണം. 1 2 3 4 5. ഇപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നുണ്ട്, ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. സ്ക്വയർ യൂണിറ്റ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. നമുക്ക് പടമായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. അല്ല, നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഓരോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് 1 2 3 4 4 സ്ക്വയർ യൂണിറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഇതിൻ്റെ ലെങ്ത് വരുമ്പോൾ 1 2 3 4 5 6 ഉണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോ സ്ക്വയർ യൂണിറ്റിനാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 32 വരുന്നതും നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 32 ഏറിയ 32 വരണം. ഏറിയ 32 വരണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് 32നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 32 കിട്ടുന്നതെന്ന് ആദ്യം നോക്കണം. അപ്പം 32 × 1 എന്ന് പറഞ്ഞാൽ 32 കിട്ടും. 16 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 കിട്ടും. 4 × 8 എന്ന് പറഞ്ഞാലും കിട്ടും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ ഗ്രാഫ് പേപ്പർ എടുക്കണം. ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ 32 × 1 എന്ന് പറയുമ്പോൾ 32 സ്ക്വയർ യൂണിറ്റ്സ് എടുക്കണം കേട്ടോ. 32 അതായത് 1 2 3 എന്നിങ്ങനെ 32 വരെ എടുക്കണം. വീതി എന്ത് ചെയ്താൽ മതി? ഒരു യൂണിറ്റ് മാത്രം കൊടുത്താൽ മതി. അതായത് നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ കണ്ടതിൽ ആദ്യത്തേൻ്റെ കൂട്ട് തന്നെ ഇതുപോലെ താഴോട്ട് കൊടുക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എത്ര പറഞ്ഞിരിക്കുന്നത്? 16 × 2 16 താഴോട്ടൊരു 16 സ്ക്വയർ യൂണിറ്റ് എടുക്കുക. വീതിക്ക് ഒരു 2 സ്ക്വയർ യൂണിറ്റ് ഇങ്ങനെ എടുക്കുക. പിന്നെ 4 × 8. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ലീസ്റ്റും ഏറ്റവും കൂടുതൽ പെരിമീറ്ററും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഗ്രേറ്റസ്റ്റും ലീസ്റ്റും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. 32 + 1 എത്ര? 33 × 2 66 വരുന്നത് അല്ലേ? 16 + 2 എത്ര വരുന്നത്? 18 × 2 വന്നാലോ 36 അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിനായിരിക്കും? 32 1 എടുക്കുന്നതിനായിരിക്കും കേട്ടോ. ഇനി ഏരിയ ഓഫ് എ
ട്രയാങ്കിൾ. ഇനി നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത്. ഡ്രോ എ റെക്ടാങ്കിൾ ഓൺ ദ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഡ്രോ വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. കട്ട് ദ rectangle along with the diagonal and two triangles. Check whether the two triangles overlap each other exactly. Do they have same area? Try this with more rectangle having different dimensions. You can check this for the square as well. അതായത് ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. ആ റെക്റ്റാങ്കിളിനെ ഡയഗണൽ വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോണോട് കോൺ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഡയഗണൽ വൈസ് തന്നെ മുറിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും കിട്ടും. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഏരിയ സെയിം ആണോ എന്നാണ് ചോദ്യം. ഏരിയ സെയിം ആണ്. അതിന് കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിളോ സ്ക്വയറോ എടുത്തിട്ട് ഈ ഡയഗണൽ വൈസ് ഒന്ന് മടക്കിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അത് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ടും ഈ രണ്ട് ട്രയാങ്കിളും കൂടെ മണ്ടയ്ക്ക് വെച്ചാൽ കറക്റ്റ് ഏരിയ ആണ് നമുക്ക് മനസ്സിലാകും. ക്യാൻ യു ഡ്രോ എനി ഇൻഫറൻസ് ഫ്രം ദ എക്സസൈസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അതായത് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ടു എന്താ 2 ഇൻറ്റു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ലേ? ഹാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പകുതി. അപ്പോൾ റെക്റ്റാങ്കിൾ ആ രണ്ട് ട്രയാങ്കിളും കൂടെ ചേരുന്നതാണ് ആ റെക്റ്റാങ്കിളായിട്ട് മാറുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് നൗ സീ ദ ഫിഗേഴ്സ് ബിലോ. ദ ഏരിയ ഓഫ് ദ ബ്ലൂ റെക്റ്റാങ്കിൾ മോർ ഓർ ലെസ് ദ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ. നമുക്ക് യെല്ലോ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയയുമായിട്ട് സെയിം ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഡയഗണൽ വൈസ് ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും ഇല്ലേ? ആ ട്രയാങ്കിൾ ഇവിടെയും ഈ റെക്റ്റാങ്കിളും ഈ ട്രയാങ്കിളും നോക്കി നമുക്ക് നടുക്കൂടെ സെൻട്രലി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ സെയിം ആണോ എന്ന് നോക്കാം. ക്യാൻ യു സീ സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്ലൂ റെക്ടാങ്കിൾ ആൻഡ് ദ യെല്ലോ ട്രയാങ്കിൾ ആൻഡ് ദെയർ ഏരിയാസ്? റൈറ്റ് ദ റിലേഷൻഷിപ്പ് ഹിയർ. ദ ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ. അതാണ് അതിൻ്റെ എന്താണ് ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഏതാണ് യെല്ലോ area of blue rectangle equal to area of yellow triangle. Okay, അതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ്. ഡ്രോ ദ സ്യൂട്ടബിൾ ട്രയാങ്കിൾസ് ഓൺ ദ ഗ്രിഡ് പേപ്പർ. വെരിഫൈ യുവർ ഇതുപോലെ നമ്മൾ ഗ്രിഡ് പേപ്പറിൽ എടുത്ത് വെച്ചിട്ട് അത് ഗ്രിഡ് പേപ്പർ മീൻസ് നമ്മുടെ ഗ്രാഫ് ഷീറ്റില്ലേ അതിനകത്ത് വെച്ചിട്ട് വരച്ച് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദ പ്രീവിയസ് ഗൈഡ്സ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ ക്ലോസ്ഡ് ഫിഗർ യൂസിങ് ഗ്രിഡ് പേപ്പർ ആൻഡ് നോക്കി ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഈ ട്രയാങ്കിൾ. നോക്കി ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊത്തത്തിലൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിലാണ് നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നത്. ഒന്ന് ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിനകത്ത് രണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്? അതിൻ്റെ സ്ക്വയർ ഗ്രിഡ് എണ്ണി നോക്കിയാൽ മതി. ഇതിപ്പം 1 2 3. ദെൻ ഇവിടെ ഞാനിപ്പോൾ ഇതാണ് എണ്ണുന്നത് ഇത്. അപ്പോൾ 1 2 3. ഇവിടെ ഒരു ഹാഫ് ഏരിയ, ഇവിടെ മുക്കാലുണ്ട് അല്ലേ? 4 5 6 7 8 9. ഇവിടെ ഒരു ഹാഫ്, ഇവിടെ ഒരു ഹാഫ്, 10. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഗ്രിഡ് എണ്ണുമ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ പകുതി കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇവിടെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്, ചെറിയൊരു ഏരിയ വരുന്നുണ്ട്. അത് പകുതിക്കാട്ടി കുറവാണ് അല്ലേ, ആ ഗ്രിഡിൻ്റെ പകുതിയെക്കാട്ടി കുറവ്. അങ്ങനെയുള്ളത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, അത് എണ്ണണ്ട. പക്ഷേ പകുതി കൂടുതൽ, അതായത് മുക്കാൽ ഭാഗം, ഇവിടെ നോക്കി, ഇവിടെ ഒരു മുക്കാൽ ഭാഗം ഈ ഗ്രിഡ് വന്നിട്ടുണ്ട്. അതായത് ആ പച്ച കളറുള്ള ട്രയാങ്കിളിനെ ഞാൻ പറഞ്ഞത്, ആ പച്ച കളറുള്ള ട്രയാങ്കിളിൽ അവിടെ ഒരു മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ 1 എന്ന് കണക്കാക്കണം. ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ അതിനെ 1 എന്നാണ്. മുക്കാൽ ഭാഗത്തിൽ കൂടുതലുണ്ടെങ്കിൽ 1 എന്നും, പകുതി ഉണ്ടെങ്കിൽ ഹാഫ് എന്നും, പകുതി കുറവാണെങ്കിൽ അതിനെ നെഗ്ലക്റ്റും ചെയ്യാം. സോ അങ്ങനെ നമുക്കിത് 10 യൂണിറ്റ് ആണ് വരുന്നത്. അതുപോലെ ഫൈൻഡ് ദി ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ABEയും പിന്നെ ഇത് രണ്ടും നമുക്ക് എണ്ണുമ്പം 10 യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇനി അവർ ചോദിച്ചിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ എത്രയാണെന്ന്, അതായത് ഇത് ഇത്രയും. അത് വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാം ഗ്രിഡിൽ തന്നെ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20, ഏരിയ 20. അപ്പോൾ ഇതിൻ്റെ എല്ലാം 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് അതിൻ്റെ കൺക്ലൂഷൻ എന്താണ് പറയുന്നത്, നമുക്ക് ഓരോന്നും നോക്കാം. ദി ഏരിയ ഓഫ് ABE എന്ന് പറയുന്ന ഏരിയ ഓഫ് ട്രയാങ്കിൾ AEF ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BEF. ABE ഏതാണെന്ന് നോക്കാം. ABE ഇതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 ട്രയാങ്കിളായിട്ട് നോക്കി, ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിളുണ്ട്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ABE എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ട്രയാങ്കിളുണ്ട്. അടുത്തൊരു ട്രയാങ്കിളാണ് ഇത്. ഈ 2 ട്രയാങ്കിളുകളോ ചേരുമ്പോഴാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു വലിയ ട്രയാങ്കിൾ കിട്ടുന്നത്, ഈ വലിയ ട്രയാങ്കിൾ. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? Then here the area of AEF is equal to half of the area of rectangle AFED. അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ പകുതി, ആ റെക്റ്റാങ്കിളിൻ്റെ അളവിൻ്റെ പകുതിയായിരിക്കും ഏരിയ. ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ BEF is equal to half of the area of rectangle BFEC. അത് നമ്മൾ പറഞ്ഞതാണ്. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE എന്ന് പറയുന്നത്, ABE എന്ത് ചെയ്യും? ABE, ഈ ABE എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അതായത് സെയിം ബേസ് ആൻഡ് ഹൈറ്റ് ആണ്. അത് നിങ്ങൾ നോക്കണം, ഇതിൻ്റെ ബേസ് സെയിമാണ്, കണ്ടോ, ഈ ബേസാണ്, ഹൈറ്റും സെയിമാണ്. ഇങ്ങനെ ഹൈറ്റും ബേസും സെയിം ആയി കഴിഞ്ഞാൽ എന്ത് സെയിം കൺക്ലൂഷൻ ഇവിടെ എഴുതണം കേട്ടോ. ഇൻ ദ സെയിം ബേസ് ആൻഡ് ഹൈറ്റ്, the area of the triangle is the half of area of that റെക്റ്റാങ്കിൾ. അപ്പോൾ അതിനകത്ത് തന്നെ വരുന്ന റെക്റ്റാങ്കിൾ ആയിരിക്കണം കേട്ടോ, വേറെ ഏതെങ്കിലും പറ്റത്തില്ല. അതിനകത്ത് വരുന്ന റെക്റ്റാങ്കിൾ, അതായത് അതിൻ്റെ ബേസും ഹൈറ്റും സെയിം ആയിട്ടാണ് റെക്റ്റാങ്കിളിനും ട്രയാങ്കിളിനും വരുന്നതെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ഒരു സ്ക്വയർ ഗ്രിഡാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ട്രയാങ്കിളും റെക്റ്റാങ്കിളും ആക്കിയിട്ട് ഇതിൻ്റെ സ്ക്വയർ യൂണിറ്റ് ഒന്ന് എണ്ണാനാണേ. നോക്കി, നിങ്ങൾക്ക് ഇത് ഓരോന്നും എണ്ണിയെടുക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞ നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർക്കണം. ഇത് ഹാഫും മുക്കാലും വരുന്നത്, കാല് വരുന്നത്, ആ ഒരു ഇത് ഓർത്തോണം. ഇവിടെ 1 ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഉണ്ട്. കംപ്ലീറ്റ് സ്ക്വയർ, അതായത് നമ്മൾ റെക്റ്റാങ്കിളായിട്ട് മാറ്റിയ ഭാഗം. ഇനി ട്രയാങ്കിളായിട്ട് ഭാഗം നോക്കണം. 1 2 3 4, അപ്പോൾ എത്രയായി? +4 24.
4. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ബാക്കി ഈ ചെറിയത് കാൽഭാഗമൊക്കെ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യേണ്ട, അതായത് ഉപയോഗിക്കേണ്ട. അതായത് അത് നിഗ്ലക്റ്റ് ചെയ്യാനാണ് നമുക്ക് റൂള്. അതുകൊണ്ട് ഇനി അടുത്തതും നമുക്കതുപോലെ ഞാൻ ആ ഫിഗറിനെ നോക്കി, ഇതൊരു ട്രയാങ്കിളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളാണ്. ബാക്കി വരുന്ന ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് റെക്റ്റാങ്കിളായിട്ട് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട്. 22 23 24 25 26 27 ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട്. അപ്പോൾ 27 ഇവിടുത്തെ ഹാഫും കൂടി ചേർത്ത് 27 സ്ക്വയർ യൂണിറ്റാണ് മൊത്തം അതിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണുകയാണേ. അടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന് ശേഷം സ്ക്വയർ യൂണിറ്റ് എണ്ണമാണ് 1 2 3 4 5 6 ഇത് മുക്കാലുമുണ്ട്. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാഫ് 40 പിന്നെ ഇവിടെ 41 42 43 44 ഇവിടെ ഹാഫ് വെച്ച് 45. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ യൂണിറ്റ് ഏരിയ എത്രയാണ്? 45. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് കൗണ്ട് ചെയ്ത് ചെയ്യണേ. ഇവിടെ അതുപോലെ നോക്കിയേ 1 2 3 4 5 6 7 8 ഇത് രണ്ടും കൂടി ചേർത്ത് 9 ഇത് രണ്ടും കൂടി ചേർത്ത് 10 ഇവിടെ ഒരെണ്ണം ഹാഫ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പോൾ 11 മനസ്സിലായോ? അടുത്തത് അതുപോലെ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ മേക്ക് ചെയ്ത് ബാക്കി റെക്റ്റാങ്കിൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 യൂണിറ്റ് വന്നു. ഇവിടെ 13 14 15 ഈ ഹാഫ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 15.5 വരുന്നുണ്ട് കേട്ടോ. ഹാഫ് സ്ക്വയർ യൂണിറ്റാണ് അതിൻ്റെ ഏരിയ മൊത്തം വരുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ക്ലാസ് നിർത്താണ്. ബാക്കി ഭാഗങ്ങൾ നാളെ കാണാം. താങ്ക് യു.